എനിക്കൊന്നിങ്ങനെ ചെറിയ റൗണ്ട്സൊക്കെ ആണെങ്കിൽ മറ്റേ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിലിരുന്ന് ഏറ്റവും ബെസ്റ്റ്. നല്ല ഓരോന്നിനും ഓരോരോ ഷേപ്പ് കിട്ടിയതല്ലേ, സെയിം ഷേപ്പ് ഉണ്ണിയപ്പം പോലെ ഇരുന്നതിന് എണ്ണയുടെ അതുണ്ടല്ലോ കറക്റ്റ് അതിൻ്റെ അകത്ത് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും. പൊട്ടിപ്പോകുന്നു പേടിക്കണ്ട. അതിൻ്റെ അകത്തിന് നമുക്കിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. അതിന് മൂത്ത എണ്ണയുടെ മണം മാത്രമേ വരും. ശരിക്കും ചിക്കൻ്റെ മണമോ പരിപാടിയുടെ മണമോ ഒന്നുമല്ല. ഉണ്ടാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരാളുടെ മണം വരുമായിരിക്കും. ഇതിപ്പോൾ അവർ തമ്മിൽ മനസ്സിലായിരിക്കും അല്ലേ ആരാധ്യമാവും. ഏകദേശമായി വരുന്നുണ്ട്, ബ്രൗണൊക്കെ ആയി വരുന്നു. ചെറുതായിട്ട് നിറ വ്യത്യാസം വന്നു തുടങ്ങി. നല്ല മുരിഞ്ഞ് വരുന്നുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട്. അപ്പം തന്നെ ടോൺ കംപ്ലീറ്റ് വേണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി. നേരത്തെ നല്ല മഞ്ഞ കളറിലിരുന്നതാണ്. എടുക്കാം. എണ്ണ മൊത്തം തോർന്ന് പോകത്തൊക്കെ ഡ്രെയിൻ ചെയ്യത്തൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഫ്ലാറ്റ് ഒരേ ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ളു വെന്ത് വിട്ടാൽ നല്ലതായിരിക്കും. മറ്റേത് ഉണ്ട ഉരട്ടി വെച്ച് കഴിഞ്ഞാൽ പുറമെ മാത്രം നല്ലത്, ഉള്ളിൽ പച്ചപ്പ് വേണം. അതുകൊണ്ട് ഇതാണ് ഏറ്റവും ഭേദം ഉള്ള ഷേപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. അത് നടുവശം ഒന്ന് അമർത്തി കൊടുക്കണം. അപ്പം നന്നായിട്ട് ഇപ്പം എണ്ണ നല്ല ചൂടായിട്ട് പെട്ടെന്ന് ആവുന്നുണ്ട്. ഫസ്റ്റ് ഇത് ഭയങ്കര ഗ്രാജുവലായിട്ടോ അല്ലേ, ചൂടായി എണ്ണ ചൂടായി ഒക്കെ വരുമ്പോൾ എണ്ണ നല്ല തിളച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്നാവും. അതുകൊണ്ട് ഉള്ളു മൂക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വയ്ക്കുകയും ചെയ്യരുത്, ഇല്ലെങ്കിൽ പച്ച ചിക്കൻ കഴിക്കേണ്ടി വരും. വെന്ത ചിക്കൻ അല്ല ഫ്രൈഡ് ചിക്കൻ കിട്ടില്ല. അതുകൊണ്ട് നമുക്കങ്ങ് സൈഡ് സ്ഥലമൊക്കെ ഒപ്പിച്ച് കൊടുക്കാം. ഓരോ പീസസ് ഇട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നമുക്കൊന്ന് മറിച്ചിടാം. മൊത്തം മറിച്ചിടാം. ഇതെനിക്കൊന്ന് ആദ്യമായിട്ടുണ്ടായിരിക്കും കുറച്ച് കളർ പെട്ടെന്ന് മാറ്റുകയും ചെയ്തു. അപ്പോൾ തീ കൂടുതലായിരുന്നു, അതായത് പെട്ടെന്ന് മങ്ങിപ്പോയി. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഉള്ളിവടയോ അല്ലെങ്കിൽ നമ്മുടെ ഉഴുന്നുവടയോ വേറെ ബജിയുടെയൊക്കെ ഒരു ലുക്ക് ഉണ്ടെങ്കിലും പക്ഷെ പിടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. പരിപ്പോടെ ആ ക്രിസ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കൈ തൊടുമ്പോൾ തന്നെ. ഇത് ബെസ്റ്റ് അതിൻ്റെ കൂടെയാണ് കഴിക്കാൻ. സോസാണോ? സോസ് പറയാൻ പിന്നെ സവാളൊക്കെ ഇട്ട് സലാഡാക്കിയിട്ട് ഞരിയൊക്കെ ഒഴിച്ച് നല്ല. അപ്പോൾ വിനീഗറും സലാഡെന്ന് വെച്ചാൽ ഉള്ളിയും കുറച്ച് എന്താ പറയുക വെള്ളരിക്കയെല്ലാം വെള്ളരിക്ക ഉള്ളിയും കുറച്ച് ക്യാരറ്റും ടൊമാറ്റോ ഇട്ട് ലേശം വിനീഗറും ഉപ്പുമൊക്കെ ഇട്ട് ഇതും കൂട്ടി കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വിനീഗറിലേക്ക് നാരങ്ങ നീരായാലും മതിയല്ലോ. ഓക്കെ, അപ്പോൾ നല്ല പരിപ്പട നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്പിയായി പൊരിഞ്ഞ് വരുന്നു. ദാലൊക്കെ ഇതിൽ കൂടുതലുണ്ടാകും, മറ്റേതൊക്കെ കുറച്ച് അരിഞ്ഞത് വരുന്നു തോന്നുന്നു. ഇപ്പോൾ ഏകദേശം നല്ല കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. നല്ല മൂത്ത് നല്ല പരിപ്പ് നല്ല പുരുപുരായിരിക്കും. ഇത് ട്രൈ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടേ ഇല്ല. ആകെ കുറച്ച് വേണ്ടത് കുറച്ച് ഒരു 5-10 ഉള്ളി, 2 പച്ചമുളക് കുഞ്ഞായിട്ട് നുറുങ്ങിയത്, കുറച്ച് ഇഞ്ചിയുടെ കഷ്ണം അതും കുഞ്ഞുകുഞ്ഞായിട്ട് നുറുങ്ങിയത്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പില, പിന്നെ ദാല് വീട്ടിൽ എന്തായാലും ഉണ്ടാകും. അപ്പോൾ അതിനൊരു കപ്പ് എടുത്താൽ മതി. പിന്നെ ചിക്കനാണ് ആഗ്രഹം. അപ്പോൾ ചിക്കൻ വീട്ടിൽ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ശകലം ദശ മാത്രം എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു പീസിൻ്റെ ദശ, ഒരു വലിയ പീസിൻ്റെ ഒരു ദശ മാറ്റി വെച്ചാൽ മതി. ഒരു എത്ര നോക്കിക്കേ, ഒരു പീസ് ഇത് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ പക്കവട അല്ല പരിപ്പുവട എത്രയാണെന്ന് ഏകദേശം ഒരു 10-15 പീസസ് ഉണ്ട്.
അപ്പോൾ വൈകുന്നേരത്തേക്ക് ചായക്കുമായി, ഉച്ചയ്ക്ക് കൂട്ടാനുമായി. അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. ചിക്കൻ പരിപ്പ് വട.